Hello dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബ് ദാറ്റ് ഈസ് CSL 206 OS ലാബിലെ നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ദാറ്റ് ഈസ് മെമ്മറി അലോക്കേഷൻ മെത്തേഡ്സ്. മെമ്മറി അലോക്കേഷൻ മെത്തേഡ്സിൽ നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. പാർട്ടീഷൻ അൽഗോറിതംസ്, ബെസ്റ്റ് ഫിറ്റ്, വേർസ്റ്റ് ഫിറ്റ് ആൻഡ് ഫസ്റ്റ് ഫിറ്റ്. സോ ആ അൽഗോരിതത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ കണ്ടു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ മെമ്മറി അലോക്കേഷൻ ടെക്നിക്, C program to simulate the following memory allocation techniques, that is first fit, best fit and worst fit. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് ഫിറ്റ് എന്താണ്, ബെസ്റ്റ് ഫിറ്റ് എന്താണ്, വേർസ്റ്റ് ഫിറ്റ് എന്താണ്, നമുക്ക് ഓൾറെഡി നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. തിയറി പഠിച്ചിട്ടുണ്ട്. സോ അതിൽ ഞാൻ പറഞ്ഞിരുന്നു അൽഗോറിതംസ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ് അത് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് രീതി, അതിൻ്റെ വർക്കിംഗ്, അത് തന്നെ നിങ്ങൾക്ക് അൽഗോറിതമായിട്ട് എഴുതിയാൽ മതിയാകും. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട്. അറ്റ് ഫസ്റ്റ് ഗെറ്റ് ദ നമ്പർ ഓഫ് പ്രോസസ്സസ് ആൻഡ് ബ്ലോക്സ്. എത്ര പ്രോസസ്സസ് ഉണ്ട്, എത്ര ബ്ലോക്സ് ഉണ്ട്, അത് ഗെറ്റ് ചെയ്യുക. ദെൻ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫിറ്റിൻ്റെ കേസിൽ ഇഫ് ദ സൈസ് ഓഫ് ദ ബ്ലോക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈസ് ഓഫ് പ്രോസസ്, ദെൻ അലോക്കേറ്റ് ദ പ്രോസസ്, എൽസ് മൂവ് ടു ദ നെക്സ്റ്റ് ബ്ലോക്ക്. ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഫ്രീലി അവൈലബിൾ പാർട്ടീഷനിൽ എന്ത് ചെയ്യും, പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ അത് പറയുന്ന സൈസ് ഓഫ് ദ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈസ് ഓഫ് സൈസ് ഓഫ് ദ ബ്ലോക്ക് പ്രോസസ്സിനെ കാട്ടി വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോസസ്സിനെ ആ ബ്ലോക്കിൽ അലോക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ബ്ലോക്കിലോട്ട് മൂവ് ചെയ്യും. ആദ്യം കാണുന്ന ബ്ലോക്ക്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഫിറ്റ്. ഓക്കെ, നൗ ഡിസ്പ്ലേ ദ പ്രോസസ് വിത്ത് ബ്ലോക്സ് ആൻഡ് അലോക്കേറ്റ് ടു റെസ്പെക്റ്റീവ് പ്രോസസ്. ഓക്കെ, ദിസ് ഇസ് അൽഗോരിതം. ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്തെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ്, ഓക്കെ, ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള മെത്തേഡാണ് നമുക്ക് ഇംപ്ലിമെൻറ്റേഷനായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം എഴുതാനും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്പർ ഓഫ് പ്രോസസ്സും ബ്ലോക്സും ഗെറ്റ് ചെയ്യണം. സോ ഇൻ്റെ B size means block size, process size, then B number means number of blocks, number of process, then flag വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, then allocation. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഗ് ഓഫ് I 0 ആക്കി വെക്കും. ജസ്റ്റ് ഒരു വേരിയബിൾ വാല്യൂ ഞാൻ ആദ്യം 0 ആക്കി വെക്കും. ദെൻ ആദ്യം നമുക്കറിയാം അലോക്കേഷൻ എല്ലാം ഫ്രീലി അവൈലബിൾ ബ്ലോക്കാണ് അല്ലേ, ഫുൾ ഫ്രീ, എല്ലാ ബ്ലോക്സും ഫ്രീ ആണ് എന്നുള്ള രീതിയിൽ അസംഷനാണ് നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുന്നത്. സോ അലോക്കേഷൻ ഓഫ് I is equal to -1 indicates that all the memory partitions or memory blocks are free. Okay, then we have to get the number of blocks get ചെയ്യുക, അത് B നമ്പറിൽ കൊടുക്കുക. ദെൻ സൈസ് ഓഫ് ഓരോ ബ്ലോക്കിൻ്റെ സൈസ് നമുക്കറിയാം. ഇങ്ങനൊരു ബ്ലോക്ക് ഉണ്ടല്ലേ, നമ്മളവിടെ പഠിച്ചത്. അവിടെ എത്ര ബ്ലോക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, യെസ് 5 ബ്ലോക്സ് ആയിട്ടാണ് നമ്മളവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, 5 ബ്ലോക്സ് ആയിട്ട്. ഫസ്റ്റ് ബ്ലോക്കിൽ 100, ദെൻ 500, 200, 300, 600, ഇങ്ങനെ 5 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ബ്ലോക്സ് നമ്മൾ B നമ്പറിൽ കൊടുത്തു. ദെൻ സൈസ് ഓഫ് ഓരോ ബ്ലോക്ക്, അത് B സൈസ് കൊടുത്തു. അതൊരു അറേ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, B സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, B സൈസ് ഓഫ് അറേ നമ്മൾ ഗെറ്റ് ചെയ്തു. ഏതൊക്കെ ബ്ലോക്സ് ഉണ്ട് നമ്മൾ ഗെറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇസ് എൻ്റർ ദ പ്രോസസ്സ്. നമ്മളവിടെ പ്രോസസ്സ്, എത്ര പ്രോസസ്സ് ഉണ്ട്, അത് P നമ്പറിൻ്റെ അകത്ത് ഗെറ്റ് ചെയ്യും. എത്ര പ്രോസസ്സ് ഉണ്ട്, യെസ് 4 പ്രോസസ്സ് ഉണ്ട്. ഇനി എന്താണ്, പ്രോസസ്സിൻ്റെ സൈസ് നമ്മളൊരു അറേയിൽ ഗെറ്റ് ചെയ്യും അല്ലേ. പ്രോസസ്സിൻ്റെ സൈസ് എത്രയാണ്, ആദ്യത്തെ പ്രോസസ്സിൻ്റെ 212, സെക്കൻഡ് പ്രോസസ്സിൻ്റെ 417, തേർഡ് പ്രോസസ്സിൻ്റെ 112, ഫോർത്ത് പ്രോസസ്സിൻ്റെ 426. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ പ്രോസസ് സൈസും ഗെറ്റ് ചെയ്യും.
ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ബ്ലോക്ക് സൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോസസ് സൈസ് ആണെങ്കിൽ, ഇഫ് ദ ബ്ലോക്ക് സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോസസ് സൈസ് ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് ജി അലോക്കേറ്റ് ടു പ്രോസസ് പി ഐ. ഓക്കെ, അതിൽ നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് സൈസ്, ഇപ്പോൾ ബ്ലോക്ക് സൈസ് ഇവിടെ നമുക്ക് ആദ്യത്തെ പ്രോസസ്സ് ഇവിടെ 212 എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങോട്ടാണ് പോകുന്നത്? യെസ്, ആദ്യത്തെ ബ്ലോക്ക് ഓഫ് സൈസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിനെക്കാട്ടി വലുതാണോ? അല്ല, ബ്ലോക്ക് ഓഫ് സൈസ് കുറവാണ്. അപ്പോൾ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യുമോ? ഇല്ല, പറ്റത്തില്ല. നേരെ എവിടെ പോകും? രണ്ടാമത്തെ. അതുകൊണ്ട് ഇഫ് ദ സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ, ദ ബ്ലോക്ക് സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോസസ് സൈസ് ആണെങ്കിൽ മാത്രമാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ ചെയ്യുന്ന? ബ്രേക്ക് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. സോറി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോസസ് സൈസ് ആണെങ്കിലുള്ള കേസാണ് ഇവിടെ പറയുന്നത്. ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പം ഇത് ഇവിടെ അല്ല, അല്ലെങ്കിലുള്ള കേസ് എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് അടുത്ത പ്രോസസ്സിനായിട്ട് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് മൂവ് ചെയ്യും. നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് മൂവ് ചെയ്യും. നെക്സ്റ്റ് ബ്ലോക്കിലോട്ട് മൂവ് ചെയ്യുമ്പം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് മാറി ഇവിടോട്ട് വരും 500. ഇനി 500 ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുമോ? ബ്ലോക്ക് സൈസ് 500 ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രോസസ് സൈസ് 212. സോ ഇവിടെ ഓക്യുപ്പൈ ചെയ്യും. ഇവിടെയാണ്, ഈ സെക്കൻഡ് ബ്ലോക്കിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഈ സെക്കൻഡ് ബ്ലോക്കിൽ ഓക്യുപ്പൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒരു കാര്യം കൂടി ചെയ്യും. കാരണം 500 സൈസ് ഉണ്ട്, പക്ഷേ പ്രോസസ്സിനാകെ 212 മതി. സോ നമുക്ക് ബാക്കി എന്താണ്? റിമെയിൻ അൺയൂസ്ഡ്. ഒരു പാർട്ടീഷൻ എത്ര ലീവ് ചെയ്യും? യെസ്, 500 മൈനസ് 212. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 288. അപ്പോൾ ഇത്രയും പാർട്ടീഷനാണ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ മൈനസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോസസ് പീസായി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആ ഒരു ബ്ലോക്ക് പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവൈലബിൾ മെമ്മറീനെ റെഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ്? ബി സൈസ് ഇസ് ഈക്വൽ ടു ബി സൈസ് മൈനസ് പി സൈസ്. ഓക്കെ, ബി സൈസ് that is 500 minus p size, that is 500 minus 212. ഓക്കെ, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? ഇനി ജസ്റ്റ് എന്താണ് നമ്മുടെ പ്രോസസ് നമ്പർ? ഇങ്ങനെ ഓരോ പ്രോസസ്സും ചെക്ക് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് ഇതിപ്പം ബ്രേക്ക് ചെയ്ത് ഈ ഇഫ് ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് എന്ത് വരും? അടുത്ത പ്രോസസ്സിലോട്ട് പോകും. അപ്പോൾ അടുത്ത പ്രോസസ്സ് ഓരോ ബ്ലോക്ക് ഇങ്ങനെ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോകും. ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഫ്രീലി അവൈലബിൾ മെമ്മറിയിലോട്ട് ഈ നോക്കും. ഇഫ് ദ ബ്ലോക്ക് സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ പ്രോസസ് സൈസ് ആണോ നോക്കും. ആണെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രോസസ് ബ്ലോക്ക് ജെയിനെ എന്ത് ചെയ്യും? പ്രോസസ് പി ഐക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്ലോക്ക് സൈസ് റെഡ്യൂസ് ചെയ്യും. ബ്ലോക്ക് സൈസ് ഇസ് ഈക്വൽ ബ്ലോക്ക് സൈസ് മൈനസ് പ്രോസസ് സൈസ്. ഓക്കെ, അപ്പം ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഫൈനലി ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഇൻറ്റ് I is equal to 0, I less than p number, if allocation is not equal to -1. -1 അല്ലെങ്കിൽ, -1 means all the space are free. അപ്പം -1 അല്ലെങ്കിൽ എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്യും. അലോക്കേഷൻ ഓഫ് I plus 1 ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? -1 അല്ലെങ്കിൽ ചെയ്യും. -1 ആണെങ്കിൽ യെസ്, നോട്ട് അലോക്കേറ്റഡ്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് റൺ ചെയ്യുമ്പോഴത്തേക്കും ദ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. പ്രോസസ് P1 will be allocated in block number 2 and process P2 in block number 5. Process 3 is again in block number 2. Then process 4, it can't allocate anywhere. That is, there is no partition large enough to accommodate the process 426. Okay, നമ്മൾ ഓൾറെഡി നേരത്തെ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ.
നമുക്കിനി നെക്സ്റ്റ് ബെസ്റ്റ് ഫിറ്റ് നോക്കാം. നമുക്ക് ഈ എല്ലാ പ്രോഗ്രാംസും ഒരുമിച്ച് റൺ ചെയ്ത് നോക്കാം. സോ ബെസ്റ്റ് ഫിറ്റ് എന്താണ്? ആക്ച്വലി ബെസ്റ്റ് ഫിറ്റ് മീൻസ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഇപ്പോൾ പ്രോസസ്സിൻ്റെ സൈസ് സപ്പോസ് 200 ആണെങ്കിൽ ബ്ലോക്ക് സൈസ് 500, then 300, then 200 ഉണ്ടെങ്കിൽ ആ കറക്റ്റ് 200-ലോട്ടേ പോകത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് നോക്കും. ഇപ്പോൾ 200 ഇല്ലയെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഒരു 200-ന് പകരം 700 ആണെന്ന് വിചാരിച്ചോ. ഈ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ സെർച്ചസ് ഫോർ ദ സ്മോളസ്റ്റ് ബ്ലോക്ക് സൈസ് ഉള്ള ബ്ലോക്കുകളെ സെർച്ച് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ 500 ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ് ഇതിൽ? യെസ്, 300. സോ 200 എവിടെ വരും? 200 എവിടെ വരും? യെസ്, 300 ഇവിടെ ഈ സെക്കൻഡ് ബ്ലോക്കിൽ വരും. കാരണം ഫസ്റ്റ് ബ്ലോക്കിൽ പോവുകയാണെങ്കിൽ എത്ര പാർട്ടീഷനാണ് ലീവ് ചെയ്യുന്നത്? 500 - 200, ദാറ്റ് ഈസ് 300. ഓൾസോ സെക്കൻഡ് ബ്ലോക്കിലാണെങ്കിലോ only 100. തേർഡ് ബ്ലോക്കിലാണെങ്കിലോ 500. സോ ഡിഫറൻസ് മനസ്സിലായല്ലോ. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടീഷൻ ലീവ് ചെയ്യുന്നത് വളരെ കുറച്ചായിരിക്കും. മനസ്സിലായോ? ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ഫിറ്റ്. സോ അതുകൊണ്ടാണ് ഇതിനെ പറഞ്ഞ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ അൽഗോരിതം പറയുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് മെമ്മറി ബ്ലോക്സ് വിത്ത് സൈസ് ആൻഡ് പ്രോസസ്സസ് വിത്ത് സൈസ്. ഇനിഷ്യലൈസ് ഓൾ മെമ്മറി ബ്ലോക്സ് ആർ ഫ്രീ. ദെൻ സ്റ്റാർട്ട് ബൈ പിക്കിംഗ് ഈച്ച് പ്രോസസ് ആൻഡ് ഫൈൻഡ് ദ മിനിമം ബ്ലോക്ക് സൈസ്. അതാണ് അവിടെ പോയിന്റ്. മിനിമം ബ്ലോക്ക് സൈസിനെ കണ്ടുപിടിക്കും. ഓക്കെ, സോ ആദ്യം നമ്മൾ ആ ബ്ലോക്ക് സൈസിലുള്ള മിനിമം ബ്ലോക്ക് സൈസ് ഏതാണ് മിനിമം നോക്കും. എന്നിട്ട് ആ മിനിമം വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ പ്രോസസ് സൈസ്, കറണ്ട് പ്രോസസ് സൈസ് ആണെങ്കിൽ, കറണ്ട് പ്രോസസ്സിൻ്റെ സൈസ് ആണെങ്കിൽ നമുക്ക് പറയാം ദെൻ അസൈൻ ഇറ്റ് ടു ദ കറണ്ട് പ്രോസസ്. ഓക്കെ, ആദ്യം എന്താണ് ബ്ലോക്ക് സൈസ് നമ്മൾ ചെക്ക് ചെയ്യും. അതിൽ മിനിമം ബ്ലോക്ക് സൈസ്, അതായത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് സൈസ് 500, 300, 700, ഇതിൽ മിനിമം എടുക്കും. മിനിമം ഈസ് 300, റൈറ്റ്? Minimum is 300. 300, if it is greater than the size of the current process size is 200. If that minimum block size is greater than the current process size, that memory space is allocated to the current process. Okay, അതാണ് ഇവിടെ പറയുന്നത്. If not, അല്ലെങ്കിൽ leave the process and keep checking for the further processes. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് അൽഗോരിതം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ബ്ലോക്സ് ആദ്യം ഗെറ്റ് ചെയ്യും. അതേപോലെ നമ്പർ ഓഫ് പ്രോസസ് ഗെറ്റ് ചെയ്യും. എന്നിട്ട് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് ഓരോ ബ്ലോക്ക് സൈസ് ഗെറ്റ് ചെയ്യും. അതേപോലെ ഓരോ പ്രോസസ്സിനെ ഗെറ്റ് ചെയ്യും. എല്ലാ മെമ്മറി അലൊക്കേഷൻ ടെക്നിക്, ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, ദെൻ വേർസ്റ്റ് ഫിറ്റ് ആയാലും ഫസ്റ്റ് നമ്പർ ഓഫ് പ്രോസസ് ഗെറ്റ് ചെയ്യും, ദെൻ നമ്പർ ഓഫ് ബ്ലോക്സ് ഗെറ്റ് ചെയ്യും, ദെൻ ബ്ലോക്ക് സൈസ് ഗെറ്റ് ചെയ്യും, അതേപോലെ പ്രോസസ് സൈസും ഗെറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഇവിടെ എന്താണ് നടക്കുന്നത്? ഇൻ ബെസ്റ്റ് ഫിറ്റിൽ ചെക്ക് ചെയ്യുന്നത് ബ്ലോക്ക് സൈസിൽ എറേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ ടെമ്പററി വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് ഇവിടെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ബ്ലോക്ക് സൈസ്, ഇപ്പം നേരത്തെ നമ്മൾ കണ്ടു, ഇതിപ്പോൾ 500 ആണെങ്കിൽ, ഇത് 300 ആണെങ്കിൽ, ഇത് 700 ആണെങ്കിൽ പ്രോസസ്സ് ഇവിടെ വന്ന് അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ? 200 KB പ്രോസസ്സാണ് ഇവിടെ വന്ന് അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള സ്പേസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? യെസ്, 300 - 200. അപ്പോൾ അത് ഞാനിവിടെ ടെമ്പററി വേരിയബിളിനകത്ത് കൊടുത്തിരിക്കുകയാണ്.
എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെമ്പററി വേരിയബിൾ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇത് നമുക്ക് ലോവസ്റ്റ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം, ലോവസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് സൈസാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇഫ് ദാറ്റ് ടെമ്പററി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ചെക്ക് ചെയ്യും. ഇഫ് ദ ലോവസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ temp, then P of I is equal to P array of P array means process array of I is equal to J. അങ്ങനെയാണെങ്കിൽ temp ആയിരിക്കും ലോവസ്റ്റ്. ഓക്കെ, temp ആയിരിക്കും ലോവസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ അടുത്ത പ്രോസസ്സ് ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ല, അതാണ് കറക്റ്റെങ്കിൽ ദാറ്റ് will be the lowest, that temp will be the lowest. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ബി array 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ബി array 1 ആക്കി സെറ്റ് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ ഓരോ പ്രോസസ്സിനും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ 200 ആയി, അപ്പോൾ ആ ഒരു പ്രോസസ്സിന് അക്കോമഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെ ഓരോ പ്രോസസ്സിൻ്റെ കേസിലും നമ്മൾ നോക്കും whether that block is lower, whether that block is the minimum size block ആണോ നോക്കും. നമ്മൾ മൈനസ് ചെയ്തിട്ട് നോക്കും whether that block is the minimum size block or not. അപ്പോൾ ഇതിങ്ങനെ എല്ലാ പ്രോസസ്സിലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഇസ് ദ ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം. ഓക്കെ, സിമിലർലി worst fit algorithm. Worst fit algorithm means ലാർജസ്റ്റ്, അവിടെ നമ്മൾ ബെസ്റ്റ് ഫിറ്റിലാണെങ്കിൽ സ്മോളസ്റ്റ് ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കുമെങ്കിൽ നമ്മൾ വേസ്റ്റ് ഫിറ്റ് അൽഗോരിതത്തിൽ ലാർജസ്റ്റ് അവൈലബിൾ മെമ്മറി സ്പേസ് ഓർ ബ്ലോക്ക് സൈസ് ഓർ മെമ്മറി പാർട്ടീഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഇവിടെ ഇൻപുട്ട് മെമ്മറി ബ്ലോക്സ് വിത്ത് സൈസ് and processes with size, initialize all memory blocks as free, then start by picking each process and find the maximum block size. That's the point, maximum block size. But in the case of best fit, we'll be considering we'll be checking whether the block size, which is the minimum of the block size, which is the maximum of the block size, that can be assigned to the current process. That is, max of block size which is greater than process size of current angle, then it is assigned to the current process. Otherwise, it will leave that process and keep checking for further process. Leave the process means other they wait allocate ചെയ്യാതെ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് സൈസും പ്രോസസ് സൈസും ഗെറ്റ് ചെയ്യണം. പിന്നെ അലോക്കേഷൻ അറേ ഉണ്ട്. ദെൻ നമ്പർ ഓഫ് ബ്ലോക്സ് ഗെറ്റ് ചെയ്യണം. അതേപോലെ നമ്പർ ഓഫ് ബ്ലോക്സ്, ദെൻ സൈസ് ഓഫ് ഈച്ച് ബ്ലോക്സ്, ദെൻ നമ്പർ ഓഫ് പ്രോസസ്, ദെൻ സൈസ് ഓഫ് ഈച്ച് പ്രോസസ്. ഈ അലോക്കേഷൻ എല്ലാം -1 ആക്കി സെറ്റ് ചെയ്യുക. മീൻസ് ഓൾ ആർ ഫ്രീ. ഇനിഷ്യലി ഓൾ മെമ്മറി അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിഷ്യലൈസ് ഓൾ മെമ്മറി ബ്ലോക്സ് ആസ് ഫ്രീ. സോ അലോക്കേഷൻ ഓഫ് I is equal to -1. ഇനി എന്താണ് വർക്കിംഗ് വരുന്നത്? ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വേരിയബിൾ ഇസ് നോൺ ആസ് വേസ്റ്റ് പ്ലേസ്. വേസ്റ്റ് പ്ലേസ് -1 ആക്കി ആദ്യം സെറ്റ് ചെയ്ത് വെക്കും. ഇനി ഇവിടെയാണ് എങ്ങനെ ചെക്ക് ചെയ്യും? ബ്ലോക്ക് സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോസസ് സൈസ് ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ വേസ്റ്റ് പ്ലേസ് ഇസ് ഈക്വൽ ടു -1 തന്നെ ആയിരിക്കും. ഇത് വേസ്റ്റ് പ്ലേസ് ഇസ് ഈക്വൽ ടു J ആക്കും. ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ആ ബ്ലോക്ക് സൈസ് ഓഫ് വേസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ബ്ലോക്ക് സൈസ് ഓഫ് J ആണെങ്കിൽ മീൻസ് കമ്പയർ ചെയ്യും. അടുത്തടുത്തുള്ള ബ്ലോക്സ് കമ്പയർ ചെയ്യും. വിച്ച് വൺ ഇസ് ഗ്രേറ്റർ. കാരണം ലാർജസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതാണ്. സോ അങ്ങനെയാണ് ഇഫ് ദാറ്റ് ബ്ലോക്ക് block size of worst place is less than block size of J ആണെങ്കിൽ the worst place will be equal to the J. Okay, ഇപ്പോൾ നോട്ട് ഈക്വൽ ടു 1 -1 അല്ല എന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് പ്ലേസ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും.
ബ്ലോക്ക് സൈസ് വിൽ ബി റെഡ്യൂസ്ഡ്. ബ്ലോക്ക് സൈസ് എന്ത് ചെയ്യും? ദ ബ്ലോക്ക് സൈസ് മൈനസ് പി സൈസ് ചെയ്യും. കാരണം അലോക്കേറ്റ് ചെയ്ത, കാരണം നമ്മളിപ്പം ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് ഇപ്പോൾ ലാർജസ്റ്റ് മെമ്മറി ബ്ലോക്ക് കണ്ടുപിടിക്കും. ഓക്കെ, ഇഫ് ദ ബ്ലോക്ക് സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ, ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? വേർസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താ നോക്കുന്നത്? ഇപ്പം ഇവിടെ ഒരു 200 KB, then 500 KB, then 300 KB. അപ്പോൾ ഒരു 100 KB ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇഫ് ദ ബ്ലോക്ക് സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോസസ് സൈസ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേർസ്റ്റ്, എന്നിട്ടും ചെക്ക് ചെയ്യണം ഇഫ് ദ വേർസ്റ്റ് പ്ലേസ് ഇസ് ഈക്വൽ ടു 1 ആണോ നോക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വേർസ്റ്റ് പ്ലേസ് ഇവിടെ നമ്മൾ ഓൾറെഡി 1 ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്, -1 ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം -1 ആണെങ്കിൽ വേർസ്റ്റ് പ്ലേസ് എന്തായിരിക്കും? J ആയിരിക്കും. അതായത് ഇപ്പം ഈ ഒരു പ്രോസസ്സ് P1 എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ സൈസ് 100 ആണ്. അപ്പോൾ 100 ഇപ്പോൾ നമുക്കറിയാം നോക്കുമ്പോൾ ബ്ലോക്ക് സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ആണ്. അങ്ങനെ വേർസ്റ്റ് പ്ലേസ് -1 ആണ്, വെച്ചാൽ ഫ്രീ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ വേർസ്റ്റ് പ്ലേസ് ഇസ് ഈക്വൽ ടു J ആകും. J ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേർസ്റ്റ് പ്ലേസ് ആയിട്ട് എടുക്കാം. ഇപ്പം നമുക്ക് ബ്ലോക്ക് സൈസ് ഓഫ് വേർസ്റ്റ് പ്ലേസ്, ബ്ലോക്ക് സൈസ് ഓഫ് വേർസ്റ്റ് പ്ലേസ് ഇസ് -1, റൈറ്റ്? അപ്പോൾ ബ്ലോക്ക് സൈസ് ഓഫ് -1 ഇസ് ലെസ് ദാൻ ബ്ലോക്ക് സൈസ് ഓഫ് J. മീൻസ് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബ്ലോക്ക് സൈസ് ഓഫ് J ആണ് വലുതെങ്കിൽ വേർസ്റ്റ് പ്ലേസ് എന്താവും? യെസ്, 500 ആകും. സോ പ്രോസസ്സ് എന്ത് ചെയ്യും? 500ലോട്ടേ വരത്തുള്ളൂ. കമ്പയർ ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഇത് വേർസ്റ്റ് പ്ലേസ് ആയിട്ട് എടുക്കും, പിന്നെ ഇറ്റ് വിൽ ബി കമ്പയർഡ് വിത്ത് ദ നെക്സ്റ്റ് ബ്ലോക്ക് സൈസ്. അപ്പോൾ ആ നെക്സ്റ്റ് ബ്ലോക്ക് സൈസ് ആണ് വലുതെങ്കിൽ പ്രോസസ്സ് അവിടെ ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ബ്ലോക്കും നെക്സ്റ്റ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്ലോക്കും കൂടെ കമ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് നോക്കിയാണ് ആ പ്രോസസ്സ് പോകുന്നത്. ലാർജസ്റ്റ് അവൈലബിൾ മെമ്മറി പാർട്ടീഷൻ നോക്കിയാണ് വേർസ്റ്റ് ഫിറ്റ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഇത്രയും പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ലൂപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വേർസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ ടു -1 അല്ലെങ്കിൽ -1 ആവുന്ന കേസാണ് ഇത് പറയാം. -1 അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ അലോക്കേറ്റ് ചെയ്യും. വേർസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ -1 അല്ല, സ്പേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അലോക്കേറ്റ് ചെയ്യും. ഇവിടെ അലോക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബേസ്റ്റ് സൈസ് എന്താവും? 500 മൈനസ് എന്ത് വരും? 100, വിച്ച് ഈസ് ഈക്വൽ ടു 400 എന്ന് വരും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്കതിൻ്റെ ആ ഒരു ഫോർമാറ്റുള്ള പ്രോസസ് നമ്പർ, പ്രോസസ് സൈസ്, ബ്ലോക്ക് നമ്പർ, അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് നെക്സ്റ്റ് സെഷൻ ഓഫ് കോഡ്. അപ്പം അലോക്കേഷൻ ഓഫ് I നോട്ട് ഈക്വൽ ടു -1, അലോക്കേഷൻ ഓഫ് I -1 അല്ലെങ്കിൽ മീൻസ് ഫ്രീ ആണ്. ഈക്വൽ ടു -1 മീൻസ് ഫ്രീ ആണ്. നോട്ട് ഈക്വൽ ടു -1 മീൻസ് ഇറ്റ് ഈസ് ഓക്യുപ്പൈഡ്, റൈറ്റ്? ഓക്യുപ്പൈഡ് ആണെങ്കിൽ അലോക്കേഷൻ ഓഫ് I + 1 വരും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അലോക്കേറ്റഡ്. മീൻസ് ആ ഒരു പ്രോസസ്സ് അലോക്കേറ്റഡ് ആണെങ്കിൽ, ആ അലോക്കേഷനുള്ള ബ്ലോക്ക് നമ്പർ എത്രയാണ് ആ ബ്ലോക്ക് നമ്പർ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ആ ബ്ലോക്ക് നമ്പർ പ്രിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവിടെ എന്ത് പ്രിൻറ്റ് ചെയ്യും? നോട്ട് അലോക്കേറ്റഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, എന്നുവെച്ചാൽ സ്പേസ് ഇല്ലെങ്കിൽ, ആ ഒരു പ്രോസസ്സിനെ ഹോൾഡ് ചെയ്യാനായിട്ട് അവിടെ അവൈലബിൾ സ്പേസ് ഇല്ലെങ്കിൽ എന്ത് കൊടുക്കും? നോട്ട് അലോക്കേറ്റഡ് എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്. ഇവിടെ ഈ 3 അൽഗോരിതത്തിലും ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേർസ്റ്റ് ഫിറ്റ് ആയാലും ഫസ്റ്റ് നമ്മൾ എന്താണ്, വി നീഡ് ടു ഇൻപുട്ട് ദ നമ്പർ ഓഫ് ബ്ലോക്സ്, ദെൻ ബ്ലോക്ക് സൈസ്, ദെൻ നമ്പർ ഓഫ് പ്രോസസ്, ദെൻ പ്രോസസ് സൈസ്. ഇനി അതിന് ശേഷമാണ് ഓരോ അൽഗോരിതത്തിനും ഓരോ രീതിയിൽ അല്ലേ, ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷനാണ്, ഡിഫറെൻറ്റ് വർക്കിംഗ് ആണ്, അത് അപ്ലൈ ചെയ്യുക. ഫൈനലി ലാസ്റ്റ് ഒരു
സെഷൻ ഉണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ലൊക്കേഷൻ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു സെഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഓൾറെഡി നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ റെഫർ ചെയ്തിട്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കുക. ഓക്കെ, താങ്ക് യു.